സ്വലാത്ത് നല്ലതല്ലേ, സ്വലാത്ത് നല്ലതാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തോന്നിയോർത്ത് ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ് സ്വലാത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങളെ വണ്ടിയന്മാരെന്നെ പറയണത് കേട്ടോളി. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏപ്പിക്കാർ 3 നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദാത്തായി ഒരു ഇസ്ലാമിലെ മസാല. അങ്ങനെ ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുലന ഇ.കെ. ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂര ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളിക്കാരി ദ്വാ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാറി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ച തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യാ സ്വലാത്ത് അല്ല. ഇതാ എന്താ ഈ പറഞ്ഞത്? ഈ നമസ്കാരത്തിന്റെ ദുആക്ക് ശേഷമുള്ള സ്വലാത്ത്, അതിനെ കുറിച്ചുള്ള വിധിയാണ് ഈ ചോദിക്കണത്. അപ്പൊ അമ്പലക്കടവിന്റെ മറുപടി എന്ത്? അത് നമ്മളൊന്നും കുട്ടിക്കാലത്തെ സാധനമല്ല, അത് ഇപ്പം എടുത്ത് തുടങ്ങി ഞാൻ തോന്നണില്ലേ. അങ്ങനെ തന്നെയല്ലേ ഞങ്ങളെ എല്ലാ പരിപാടിയും. അത് തപ്പിക്കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം അതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ വേര് മാന്തിയാ കിട്ടുമോ? റസൂലുള്ളാഹി സഹാബത്തിന്റെ ആണ്ട് എത്തുന്ന ഏത് കർമ്മങ്ങളെ കയ്യിലുള്ളത്? നിങ്ങൾ വലിയ പോരിശ്ശേരി കൊണ്ടുനടക്കണ എല്ലാ കർമ്മങ്ങളുടെ അവസ്ഥ തന്നെയല്ലേ. കുറച്ചാൾ പോയി കഴിഞ്ഞാൽ അഡ്രസ്സും ഉണ്ടാവില്ല, ആളും ഉണ്ടാവില്ല, ഊരും ഉണ്ടാവില്ല, പേരും ഉണ്ടാവില്ല. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മളെ കുട്ടിക്കാലത്തൊന്നും ഇതില്ല. ഇത് ഏപ്പിക്കാരെ തുടങ്ങി തോന്നുന്നില്ലേ. അപ്പൊ ഏപ്പിക്കാർ 3 ആക്കിയപ്പോ നമ്മൾ 10 ആക്കി. നമ്മൾ കുറഞ്ഞെടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഏപ്പിക്കാർ 30 ആക്കി നമ്മൾ 300 ആക്കും. അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. ഇത് സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനോ പ്രതിഫലം കിട്ടാനോ അല്ല. ഇതൊരു തരം കിടമത്സരം. മറ്റുള്ളത് തുടങ്ങിക്കൊണ്ട നമുക്ക് വേറെ തുടങ്ങണം, മറ്റൊരു അത്ര ചൊല്ലുണ്ടോന്ന് നമുക്ക് വേറെ ചൊല്ലണം. ഇതന്നെ ഇതിന്റെ പരിപാടി. എന്നിട്ട് പറയാണ് അവിടെ പ്രത്യേകം ഒരു പുണ്യുണ്ട് എന്ന് വിചാരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ബിരുദത്താണ്. പിന്നെ അവിടെ പ്രത്യേകം പുണ്യുണ്ട് വിചാരിച്ചാൽ വെറുതെ ആരെയും ചൊല്ലോ? ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ, ഒരു ദിക്ർ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകം പുണ്യത്തിന് വേണ്ടിയിട്ട് ചെല്ലണത്. അല്ല വെറുതെ അങ്ങനെ ആൾക്കാർ നേരം പോകാൻ വേണ്ടി ആരെങ്കിലും സ്വലാത്തല്ലോ. അപ്പൊ എന്താണ് ഈ പറയണത്? എന്നിട്ട് മൂപ്പര് തെളിവ് എന്ത്? അങ്ങനെ ശംസുൽ ഉലമ പണ്ട് ഏതോ പെരിങ്ങത്തൂർ ഭാഗത്ത് അവിടെ അങ്ങനെ പോയ സമയത്ത് ആരാ പറഞ്ഞ ചരിത്രമാണല്ലോ. ആരോ ഒരാൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി, നിസ്കാരത്തിന് ശേഷം ദ്വാന്റെ ശേഷം 3 സ്വലാത്ത് ചൊല്ലി. ഇപ്പൊ ശംസുൽ ഉലമ ചൂടായല്ല, എന്താ സ്വലാത്ത്, ഇത് എന്താ സ്വലാത്ത്, എവിടെ നിന്ന് കിട്ടണ സ്വലാത്ത് എന്ന് ചോദിച്ചാലോ. അതെന്താ ശംസുൽ ഉലമ അങ്ങനെ ചോദിക്കേണ്ട കാര്യം? മൂപ്പര മണ്ടമ്മ കയറി നിന്നിട്ട് അയാൾ സ്വലാത്തിലുള്ളത് മൂപ്പർക്ക് എന്തായാലും മുടക്ക്. അപ്പൊ സ്വലാത്തല്ലേ, ദിക്റല്ലേ, എപ്പോഴും ചൊല്ലിക്കൂട്, എങ്ങനെയും ചൊല്ലിക്കൂടെ എന്നുള്ള വിടുവായ തിരങ്ങിട്ട് വെന്റെ ഖുറാഫി. ഇതാണ് ഇതിന്റെ ഹുക്കുമ്. മനസ്സിലാക്കിയോ സഹോദരങ്ങളെ? ഇവർ എല്ലാ കാലത്തും സമുദായത്തിനെ പിഴപ്പിച്ചിട്ടുള്ളതും സമുദായത്തിനെ മൂക്കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്നതും സമുദായത്തിന്റെ ഈമാനും സമ്പത്തും ചൂഷണം ചെയ്യുന്നതും ഈ ദിക്ർ, ദുആ, സ്വലാത്ത്, തൗബ മജ്ലിസുകളുണ്ടല്ലോ, ഇതുപോലത്തെ നാടകങ്ങൾ നടത്തിയിട്ടാണ്. മനസ്സിലായോ? ഉസ്താദിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ മൂപ്പരെ തെക്കുവ രൂപം കോലം നോക്കിയിട്ട് അവർ അളക്കല്. അയാളെ ദിക്ർ കണ്ടീല്, അയാളെ കയ്യിലുള്ള ദസ്ബി കണ്ടീല്, ആ മറ്റേ മെഷീൻ ഉണ്ടല്ലോ, കിടിം കിടിം കിടിം, ചൈനക്കാരെ ലോഡ് ഇറക്കാൻ വേണ്ടി, കപ്പലിൽ നിന്ന് ലോഡ് ഇറക്കാൻ വേണ്ടി എണ്ണം പിടിച്ചാൽ വേണ്ടി ഉണ്ടാക്കിയ സാധനം. അതാണ് അപ്പൊ ദിക്റെല്ലാം ഉപയോഗിക്കല്. അങ്ങനെ ലോ ഇലോ ഇല്ലോ കിടിം സുബ്ഹാനല്ലാഹ് കിടിം, ഈ സാധനം ഇങ്ങനെ നടക്കുമ്പോ ഉസ്താദിന്റെ ഒരു തെക്കുവന്റെ ഊക്കണ്ടീല്. എന്നാ ഈ ഉസ്താദ്മാരുണ്ടല്ലോ ഇങ്ങനെ ചൊല്ലി നടക്കണേ, ഇവരെ ശൈത്താൻ പയപ്പിക്കൽ ഇങ്ങനെ ദിക്റും സ്വലാത്തും ചൊല്ലിപ്പിച്ച് കണ്ടെന്നാണ് വലിയൊരു ഹോജ, ഈക്കക്കാരെ വലിയൊരു ഹോജ പറഞ്ഞത്. കേട്ടോളി. ഒരു മോചേരെ ചെയ്ത്താൻ പറ്റിക്കൽ എങ്ങനെ? കള്ളുടിച്ചിട്ടാ മോചേരെ വരി, നമ്മൾ കളിശാപത്തൊന്നും കരുതുന്നു, ലേശം കുടിച്ചു പോകാൻ പുറത്ത് പാളച്ചിട്ടേണ്ടി വരൂലേ. മോചേരെ അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂചേരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക, ആദ്യം കുറച്ച് ഇടിമുട്ടിൻ്റെ അല്ല കജ്ജിൽ അങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീൻ്റെ മാതിരി ചുണ്ടാനിയെ കൊണ്ട് നമ്മൾ വിചാരിച്ചു വലിയ ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടിരിക്കും. അത് ദിക്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദിക്റ ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ടുകണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അവളടുത്തോട്ടെ, നമ്മളായിട്ട് അടുക്കണ്ട. ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ അടുക്കണ്ട. ഇതാണ് വിഷയം.
നിങ്ങൾ മൂല്യന്മാരെയും ഉസ്താദുമാരെയും കോലും തലീക്കെട്ടും രൂപ്പും ചേലും കോലും കണ്ടിട്ട് നിങ്ങൾ ഓലെ തെക്ക് വളക്കാൻ പോകണ്ട. വലിയ ദിക്കറിന്റെ ആൾക്കാരാണ്, വലിയ സ്വലാത്തിന്റെ ആൾക്കാരാണ്, ഓല മജ്‌ലിസിലാണ് പോയിരുന്നു കഴിഞ്ഞാൽ സ്വർഗം അങ്ങോട്ട് കണ്ടം പെട്ടി തരുമെന്ന് വിചാരിക്കണ്ട. ഓല അടുക്കാൻ അടുത്തോട്ടെ നിങ്ങളാണ്ട് അടുക്കണ്ടെന്നാണ് പറയണത്. ഇത് വഹാബിയല്ല പറയണത്, മൂത്ത ഖുറാഫി. മനസ്സിലായോ? ഇങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ഒരു തങ്ങളാണ് പ്രത്യക്ഷപ്പെടും, ഒരു എരണം കെട്ട തങ്ങള്. എന്നിട്ട് ഓന്റെ കോലോ 10 ധരിക്കാനുള്ള ഡ്രസ്സ് ഓന്റെ മേത്തുണ്ടാവും. അടിയിൽ അണ്ടർവെയർ, പിന്നെ ഒരു ബനിയാന്, അതിന്റെ പുറമെ ഒരു ഷർട്ട്, അതിന്റെ പുറമെ ഒരു തുണി, എന്നിട്ടൊരു പച്ച ബെൽറ്റ്, എന്നിട്ടൊരു തൊപ്പി, തൊപ്പിന്റെ മുകളിൽ ഒരു തരികെട്ട്, കയ്യിൽ വേറെ ടർക്കി, തോളൊരു പച്ച ടർക്കി, ഒരു ടെക്സ്റ്റൈൽസ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഓന്റെ കോലൻ രൂപം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓ എന്താ ഉസ്താദിനെ കാണാനൊരു ചേല്, എന്താ മൂപ്പരെ തെക്കുവന്റെ ഊക്ക്, മൂപ്പരെ ചുണ്ട് എപ്പോഴും ഇങ്ങനെ ഇംഗ്ലീഷ് മീൻ്റെ മാറി ഇങ്ങനെ ദിക്കറിങ്ങനെ ചെല്ലിക്കൊണ്ടാണ്. അതുകൊണ്ട് മൂപ്പര് നടത്തുന്ന ദിക്കർ മജ്‌ലിസിൽ, സ്വലാത്ത് മജ്‌ലിസിൽ, തൗബ മജ്‌ലിസ് പോയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ബാരിക്കൂട്ടന്നെ ബാരിക്കൂട്ടന്നെ ബാരിക്കൂട്ടന്നെ, അതാണ് പരസ്യം തന്നെ, പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ. അത് വാരിക്കൂട്ടലാണ് അവര്. ഇങ്ങനെ പോണ കൗമുണ്ടല്ലോ, ഇതിൽ ഏറ്റവും വലിയ എരകള്, ഇവരെ ഏറ്റവും വലിയ ചൂഷണോപാധികള് ഈ സമുദായത്തിൽ സ്ത്രീകളാണ്. മനസ്സിലായോ? സ്ത്രീകളെ വെച്ചിട്ടുള്ള എല്ലാ സ്വലാത്ത് മജ്‌ലിസും ദിക്ർ മജ്‌ലിസും തൗബ മജ്‌ലിസും എല്ലാം നടത്തല്. ആ പെണ്ണിന് ഇത് തരി കയറി കഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഇവരെ സ്ഥിരമായിട്ട് ഇവരെ ദിക്ർ ദുആ മജ്‌ലിസുകളിൽ പോകുന്ന ഒരു പെണ്ണിനും ക്വാളിറ്റിയാണ് സാധനം ഉണ്ടാവില്ല. ഓളെ കുടുംബജീവിതം വട്ടപൂജയായിരിക്കും, ഓളെ ജീവിതം വട്ടപൂജയായിരിക്കും. ഓള് കെട്ടിയോനും നോക്കൂല, തന്തനെയും തൊള്ളനും നോക്കൂല, തങ്ങളെ സ്വലാത്ത് കണ്ട് പോയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത് നമ്മൾ പറയില്ല, ഇവരെന്നെ പറയുന്നുണ്ട് വേറെ കേൾപ്പ്. മനസ്സിലായോ? ഇപ്പൊ ഈ കൗമിന ഒക്കെ ഓൺലൈൻ മജ്‌ലിസ് കൂടിയൊക്കെയുള്ള ആറ്റക്കോയിന്റെയും നാറ്റക്കോയിന്റെയും ആറ്റാക്കോയിന്റെ ഒക്കെ ഓൺലൈൻ മജ്‌ലിസിൽ ആ മൊബൈലിന്റെ മുമ്പിൽ ഇങ്ങനെ ചെറിയ തോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അക്വോറിയത്തിനുള്ള മീനിനെ പൂച്ച നോക്കണ മാതിരി ഇങ്ങനെ പുറത്ത് നോക്കണ മാതിരി തങ്ങളെ ചൊർക്കും കണ്ട് ഇങ്ങനെ ഇപ്പൊ മൊബൈലിന്റെ മുമ്പിൽ നിന്ന് കണ്ട പുണ്യം ഭാര്യ കൂട്ടുന്നത്. അപ്പൊ ബിൽക്ക് പറ്റണില്ല. കാരണം ഇത്രയും കാലം പോലെ സ്വലാത്ത് നഗർക്ക് അടിച്ചു തെളിച്ച് കൊണ്ടുപോയ കൗമ് ഇപ്പൊ മൊബൈലിൽ പെണ്ണുങ്ങളെ അടുത്ത് ഇരിക്കുമ്പോൾ ഇവിടെ പല ആൾക്കാരും കച്ചവടം പൂട്ടുണ്ട്. ഈ അന്തഞ്ഞാത്ത ആറ്റക്കോയിന്റെ അടുത്തൊക്കെ പോയിട്ടാണ് ഇപ്പൊ പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മളെ തങ്ങപ്പാപ്പാക്ക് ഇപ്പൊ വരുമാനം കുറവാണ്. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് ആൾക്കാർക്ക് പരാതി കേട്ടോളി. ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്ക് ഇതിന് പറയാനുള്ളത്. എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് ഒരു ചാലോ ഏതെങ്കിലും ഒരു ഓൺലൈനോ ഏതെങ്കിലും ഒരു യൂട്യൂബോ കണ്ടാൽ അതിന്റെ വെയ്ത്താലെ പിന്നെ പണി, നല്ല സുഖം. എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പെടല് ഇവരാണ്. ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല. അതുകൊണ്ട് തന്നെ മുതൽ ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി തരാൻ പഠിത്തം പറഞ്ഞേക്കാൻ അന്തംഗമ്മികളാണെന്ന് നമുക്ക് അറിയാം. ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ ദിക്റെല്ലാം കുത്തറിഞ്ഞിട്ട്, ഹദ്ദാദെല്ലാം കുത്തറിഞ്ഞ്, തബാറക്കെല്ലാം കുത്തറിഞ്ഞിട്ട് പിന്നെ ഭർത്താവിനെ വേണ്ട. ഭർത്താവ് വെള്ളം ചോദിച്ചാൽ മാണെങ്കിൽ എടുത്ത് കുടിച്ചോളി, ഞാൻ ഇപ്പൊ ഇവിടെ ഹദ്ദാദില്ല, എടി ഗുളിക കുടിച്ചണം, കുറച്ച് താൻ്റെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആകണ അവിടെ ഫ്ലാസ്കിൽ ചുടുവെള്ളം, അപ്പുറത്താക്കണ പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി, ഞാൻ തബാറക്ക കയ്യാതെ നീച്ചൂല വിടുന്നത്. എന്തത്ത് തബാറക്ക? ആ കേട്ടോടുക്കി സമസ്തന്റെ പെണ്ണുങ്ങളെ, ഇത്രയും കാലം നിങ്ങളെ വെച്ചിട്ട് സ്വലാത്ത് മജ്‌ലിസും തൗബ മജ്‌ലിസും ദിക്ർ മജ്‌ലിസും ദുആ മജ്‌ലിസും നടത്തിയ ആൾക്കാരാണ് ഈ പറയണത്. നിങ്ങൾ അന്തംഗമ്മകളാണ്. കാരണം എന്താ, പല സദസ്സുക്ക് പോലെ കിട്ടണില്ല, പോലൊക്കെ ഓൺലൈനിലും യൂട്യൂബിലും ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓൾക്ക് അന്തല്ല, അന്തംഗമ്മകളാണ്. അതുകൊണ്ടാണ് അവൾക്ക് സ്വത്തവകാശം പൗതി കൊടുക്കാൻ പറഞ്ഞത് ഇസ്ലാമിൽ എന്നാണ് ഇയാൾ പറയണത്. അപ്പൊ നിങ്ങളെ സ്വലാത്ത് മജ്‌ലിസിൽ ഓഫ്ലൈനിൽ വന്ന കാലത്ത്, ഇപ്പൊ ഓൺലൈനിലാണെന്നുള്ള പരാതി, ഓഫ്ലൈനിൽ വന്നിട്ട് നേരം വെക്കുമ്പോൾ രാവിലെ തന്നെ സുബീന്റെ മുമ്പ് തന്നെ കെട്ടും ബാണ്ടൊക്കെ തോളിലേറ്റിട്ട് നിങ്ങളെ സ്വലാത്ത് മജ്‌ലിസിൽ പോയിട്ട് നട്ടപ്പാതിരാക്കളെ പെരക്ക് തിരിച്ചല്ലേ. അന്ന് പോലെ കെട്ടിയമാരെ നോക്കിയിരുന്നോ? അന്ന് പെരിയിൽ മക്കളൊക്കെ നോക്കിയിരുന്നോ? അന്ന് പോലൊക്കെ നല്ല തലച്ചോറുണ്ടായിരുന്നോ? അന്ന് അന്തൊക്കെ ഫുള്ളായിരുന്നു. അന്ന് സ്വത്തവകാശം ആണിന്റെ മാതിരി തന്നെ ഒരേ രീതിയിൽ തന്നെ ഒരു സ്വത്തവകാശം. ഇപ്പൊ നിങ്ങളെ സ്വലാത്ത് മജ്‌ലിസിൽ നിന്ന് പല മജ്‌ലിസിൽ നിന്ന് പോയിട്ട് ഇവർ ഓൺലൈൻ മജ്‌ലിസിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോ ഓൽക്കില്ലാത്ത കുറ്റല്ല, അന്തം കമ്മിയാള്, തലച്ചോറില്ലാത്തോല്, സാധുക്കള്, പൊട്ടത്തിയാള്, ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് സമസ്തന്റെ അനുയായികളായ പെണ്ണുങ്ങള്. മനസ്സിലായോ? കാരണം ഈ കൗമിന് തലച്ചോറെന്ന സാധനം ഇല്ലാന്ന് ഈ പുരോഹിതന്മാർക്കറിയാം. ഇവരെ വെച്ചിട്ടാണ് എല്ലാ കാലത്തും ഇവർ കഴിച്ചിട്ടുള്ളത്. ഇവരെ അധികാരങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം നേടിയിട്ടുള്ളത് ഈ സമസ്തന്റെ പെണ്ണുങ്ങൾ വെച്ചിട്ടാണ്. കെട്ടിയമാരും മക്കളും മണലാരണത്ത് പോയി കണ്ട് അധ്വാനിച്ചിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കണ പൈസ ഇവിടെ തങ്ങളെ അണ്ണാക്ക് ഇങ്ങനെ തിരികെ കൊടുക്കുകയാണ്. കാതിലെ ചിറ്റി ഉരി കൊടുക്കുക, കൗത്തിലെ മാര ഉരി കൊടുക്കുക, പിന്നെ മുതൽ ഉരി കൊടുക്കുക. ഓ ഇവിടെ സ്വർഗം കണ്ട് വാഗ്ദാനം ചെയ്യും. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് സ്വർണ്ണം ഇങ്ങോട്ട് വാഗ്ദാനം. ഇങ്ങനെ ഊരിക്കൊടുത്ത പെണ്ണുങ്ങളാണ് ഇപ്പൊ ഈ പറയണത്. ഒരു അന്തംഗമ്യാളാണ്. ഓൺലൈനിൽ പോയി കുടുങ്ങിക്കണു, നമ്മളെ ഓഫ്ലൈനിൽ